പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടോട്ട് എൻ്റെ മൊബൈലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായ ഇമേജസ് കാണാൻ സാധിക്കും. ഇവിടെ പല പല ഇമേജസ്. ഓക്കെ, അപ്പം ഇതിൽ ഏതെങ്കിലും നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇമേജസ് കാണിക്കുന്നുണ്ട്. താഴെ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഏത് വേണേലും നമുക്ക് നമ്മുടെ DP ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് റൗണ്ട് ആരോ മാർക്കുണ്ട്, അതിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇമേജസും നിർമ്മിതമായ ഇമേജസ് വേറെ നമ്മളെ കാണിക്കും. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, അത് ഇതേമാതിരി തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടോട്ട് ഞാൻ ഈ ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിവിടെ DP ആയിട്ട് ഇതേ ഉണക്ക് നിർമ്മിതമായ ഒരു ഇമേജസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം മോഹൻലാലിൻ്റെ അല്ല, ആരുടെ വേണമെങ്കിലും നമുക്ക് ഇത് ഉണക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഇത് കിട്ടാനുള്ള സാധ്യത ചിലപ്പം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മുകളിലായിട്ട് 3 ഡോട്ട് കാണുന്നുണ്ട്, ആ 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് സെറ്റിങ്സ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാനായിട്ട് സാധിക്കും. ആ പ്രൊഫൈൽ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി ആ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഒരു സൈഡിലായിട്ട് ക്യാമറയുടെ ഐക്കോൺ കാണുന്നുണ്ട്, അതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇതേ രീതിയിൽ വന്നാൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചില മൊബൈലിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെയായിട്ട് എഡിറ്റ് എന്ന് കാണാൻ സാധിക്കും. ചില മൊബൈലിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ എഡിറ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എഡിറ്റ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ ടച്ച് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ആ ക്യാമറയുടെ ഐക്കോണിൽ ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ താഴെയായിട്ട് 4 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ 4ാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് AI ഇമേജ് എന്നുള്ളത്, അവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേരിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ആ ആരോ മാർക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പല പല ഇമേജസ് ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇങ്ങനെ AI നിർമ്മിതമായ ഇമേജസ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് വേണേലും സെലക്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ DP ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതപ്പോൾ ഇതേ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.